ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ചാവക്കാട് കടൽ കാണാൻ പോയ ചില കാഴ്ചകളായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. വെക്കേഷനൊക്കെ കുട്ടികളുമായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ചാവക്കാട് കടൽ. വേറെ ഏതൊക്കെ കടലിൽ തന്നെ കാണാൻ പോയാലും ഇവിടെ വന്ന് ഈ കടൽ കാണുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും വരേണ്ട സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ചാവക്കാട് കടൽ. ഇവിടെ കുത്തിയേക്കണേ കുഞ്ഞിന് ഷൂ ഇടണ്ട. മോള് ഇതാ ഷൂ ഒക്കെ ഊരി മണലിലൂടെ ആസ്വദിച്ച് നടന്നു പോവുകയാണ്. അവൾക്ക് കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഞങ്ങൾ അവളെ കടൽ കാണാൻ കൊണ്ടുവന്നിരുന്നു. എന്തോ അവൾക്ക് വെള്ളത്തിൽ കളിക്കുക, കടൽ കാണുക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ എപ്പോൾ വന്നാലും നിറയെ ആളുകളുണ്ടാവും. ഇവിടെ കടൽ കാണാൻ മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അസ്തമയ സൂര്യനൊക്കെ കണ്ടിരുന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ചിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും വരേണ്ട സ്പോട്ടാണ്. എത്ര വന്നാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ചാവക്കാട് കടൽ. പിടിച്ചോട്ടാ. ശരി. പൊന്നൂസ് നല്ല കളിയാണ് കേട്ടോ. അവൾക്ക് കടലിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് കളിയായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും പ്രായമായെന്നത് പോലും നമ്മൾ അറിയില്ല. നമ്മളും വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് കളയും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ അത് മനസ്സിലാവും എത്ര ആളുകളാണ് വെള്ളത്തിലിറങ്ങി കളിക്കുന്നത്. നമ്മുടെ കേരളത്തിന് പുറത്തു നിന്നവരും ഇവിടെ കടൽ കാണാൻ വന്നിട്ടുണ്ട്. കടലിൽ കാണാൻ മാത്രമല്ല, ഹൗസ് ബോട്ടിംഗ് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് ഫ്രഷ് മീൻ വാങ്ങി പോവാം. ഇവിടെ അടുത്ത് തന്നെ ഒരു അക്വേറിയം ഉണ്ട്, അത് കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും.
കണ്ടില്ലേ? പിടിച്ചോട്ടോ. കൈ കഴുകി. ആ മതി കളിച്ചു തേട്ടാ മണ്ണില്. കൈ കഴുകി കൊടുത്തനി. മതി. മോത്തിക്കോ. പൊന്നൂസ് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് കയറി വന്നിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ അപ്പ കപ്ലൻഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കാൻ എന്ത് രസമാണ്. സൺസെറ്റൊക്കെ എന്ത് മനോഹരമായാണ് കാണുന്നത്. വൈകിട്ട് വരാനാണ് കേട്ടോ കൂടുതൽ ഭംഗി. കാരണം സൺസെറ്റൊക്കെ കണ്ട് നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ഞങ്ങൾ ഫിഷിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരുപാട് ബോട്ടുകളും വഞ്ചികളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളങ്ങനെ മീൻ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പലതരത്തിലുള്ള ഫ്രഷ് മീനുകൾ അവിടെ വിൽക്കുന്നുണ്ട്. നമുക്കത് ആവശ്യാനുസരണം പൈസ കൊടുത്ത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഒന്നര കിലോ 100 രൂപ. നെയ്ച്ചാള് 1.5 കിലോ 100 രൂപ. 1.5 കിലോ 160 രൂപ. ഒന്നല്ല 140 രൂപ. 1.5 കിലോ സൈക്കിൾ വിട്ടായാലും ചോറുണ്ടാവും. വേണ്ടതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം 1.5 കിലോ ചോറ് ഉണാക്കാതെ. അങ്ങനെ ഞങ്ങൾ കടലൊക്കെ കണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് വഴിയോരത്ത് ചാട്ടുകുളം എന്നൊരു കുളം കണ്ടത്. നല്ല ബ്യൂട്ടിഫുൾ ആയൊരു കുളം. അപ്പോൾ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഈ കുളം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ ബൈ.